ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പരീക്ഷണം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പോകുന്നത് ഒരു ടെക്സ്റ്റൈൽസിലാണ്. സംഭവം സക്സസ് ആവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ ഇറങ്ങുകയാണ്. വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ബൈ. ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കണ്ട. ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കൂല, ഫുൾ ഇങ്ങോട്ടായിരിക്കും. ഇത് ആക്ച്വലി എനിക്ക് നല്ല വലുതാണ്, ഭയങ്കര വലുതായി പോയി. ഇത് പുറത്തിങ്ങനെ ഇട്ടേക്കണ കണ്ടിട്ട് ആക്രാന്തം മൂത്തിട്ടാണ് പോയി മേടിച്ചത്. അപ്പൊ അതിന്റെ സൈസും കാര്യങ്ങളൊന്നും നേരെ ശ്രദ്ധിച്ചില്ല. ഇത് ലാർജ് ആണ്. ഇച്ചിരി അല്ല, അധികം വലുതാണ്. എനിക്ക് ഷോൾഡറൊക്കെ ഭയങ്കര ഇറക്കം. കോൾ ചെയ്തിട്ടുണ്ട്, ഒന്നുകിൽ മാറ്റി മേടിക്കും, ഇല്ലെങ്കിൽ ഇതിൽ തന്നെ എന്തെങ്കിലും കൊണ്ടുവരാം എന്ന് വിചാരിക്കണം. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് എന്താ പറയുമ്പോൾ, ഇതവിടെ പുറത്ത് കണ്ടപ്പോഴത്തേക്കും എൻ്റെ ഐഡിയയിൽ ഇതിന്റെ ബോർഡർ, അതായത് പാവാടേന്റെ ബോർഡറിൽ കുറച്ച് റെഡ് കൊണ്ടുവരാം. ബ്ലൗസിലും ചെറുതായിട്ട് കൈയിന്റെ ഇവിടെ റെഡ് കൊണ്ടുവരാന്നാണ് വിചാരിച്ചത്. റെഡ് കസവ്, അതാണ് കുറച്ചും കൂടെ ഭംഗിയുള്ളത്. അപ്പൊ അങ്ങനെ കൊണ്ടുവരാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ വലുത് ഗൈസ്. അപ്പൊ എന്തെങ്കിലും വ്യത്യാസം കൊണ്ടുവന്നാൽ പാർട്ട് 2 ആയിട്ട് വരാം, ഇല്ലെങ്കിലും പാർട്ട് 2 ആയിട്ട് വരും. ഇതെന്തായാലും ഇടണമല്ലോ. ഞാൻ എന്നിട്ട് എൻ്റെ വേറൊരു ബ്ലൗസ് ഉണ്ട്, അത് വെച്ചിട്ട് നോക്കട്ടെ. അപ്പൊ ഇതും ഇതിനോട് മാച്ച് ആവണം. എനിക്കിഷ്ടമായി ഈ ഒരു കോംബോ, നല്ല വേവ് ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു കസവിന്റെ ഒരു പാവാട ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ധാവണീന്റെ ബ്ലൗസ് ഒക്കെ വെച്ച് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് കൊള്ളാം, നല്ല നല്ല രസമുണ്ട്. ഇത് എൻ്റെ ചേച്ചീന്റെ കല്യാണത്തിന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ധാവണി സെറ്റിലെ ബ്ലൗസ് ആണ്. ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ എന്തൊക്കെ വീഡിയോസ്, എങ്ങനത്തെ വീഡിയോസ് വേണമെന്ന് ഒന്ന് താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞേക്കാം. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.